ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ദ ബുക്ക് ഓഫ് ആൻസേഴ്സ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്നിലൂടെ ഒരു ഗൈഡൻസ്, ഒരു ക്ലാരിറ്റി, ഒരു ഉത്തരം നൽകിയാലും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഗെറ്റ് ഇറ്റ് ഇൻ റൈറ്റിംഗ്. ഇതൊരിക്കൽ വന്നിട്ടുള്ള മെസ്സേജ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് ആദ്യം നിങ്ങൾ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നാണ്. അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. എന്നിട്ട് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എഴുതുക, ഓരോന്നോരോന്നായിട്ട് എഴുതുക. അത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു ഇമോഷൻ എന്നും കൂടിയും സൈഡിൽ എഴുതാം. അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതും സൈഡിൽ എഴുതാം. എന്നിട്ട് ഈ പറഞ്ഞ സംഭവം ഡെയിലി വായിക്കാൻ ശ്രമിക്കുക. ഈ എഴുതിയ ആഗ്രഹങ്ങളും ഇത് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ഇമോഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവം ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യം അപ്പുറത്ത് എഴുതുക. എന്നിട്ട് ഇത് ഡെയിലി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ധാരണയുണ്ടാകും ഇത് നിങ്ങൾ അർഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റുമോ, നേടാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. ഡെയിലി വായിക്കുന്നത് വഴി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു സംഭവം ഫീഡായി പെടുകയും ചെയ്യും. അതുവഴി നിങ്ങൾക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും സാധിക്കും. അങ്ങനെയും ഒരു ഗുണമുണ്ട് ഈ ഒരു പ്രോസസ് ചെയ്യുന്നത് വഴി. ജേണലിംഗ് എന്ന് ഇതിനെ വേണമെങ്കിൽ പറയാം. ഇതും ഒരു ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഇനി മുതൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എഴുതുക. എന്നിട്ട് അത് നേടിക്കഴിഞ്ഞാലുള്ള ആ ഒരു നിങ്ങളുടെ ഇമോഷനും കൂടി അപ്പുറത്ത് എഴുതുക. എന്നിട്ട് ഡെയിലി ഇത് വായിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. താങ്ക് യു ഡിയേഴ്സ്.